ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പ്രകാശനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചത്. അങ്ങനെ ജയിലിലേക്ക് പ്രകാശൻ എത്തുമ്പോഴേക്കും ജയിൽ വാർഡൻ മനോഹറിനോട് പറയണ്ടേടാ, മനോഹറെ നിനക്കൊരു കൂട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. മനോഹർ നോക്കുമ്പോഴേക്കും പ്രകാശൻ കേട്ടോ. പ്രകാശിന്റെ അടുത്തേക്ക് മനോഹർ പോകുന്നുണ്ട്. അങ്കിളിന്റെ ഈ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്കിള് ശരിക്കും നല്ലൊരു കാര്യമാണ് ചെയ്തത്. പക്ഷേ നിയമത്തിന് മുമ്പിൽ നമ്മളൊക്കെ തെറ്റുകാരാങ്കളെ എന്ന് പറയണം. പ്രകാശം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നെ ജാമ്യത്തിൽ ഇറക്കണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. കാരണം എന്നെ പോലത്തെ ഒരുപാട് പ്രകാശന്മാർ ഈ നാട്ടിൽ ഇനിയുണ്ട്. ആ മക്കളെ തലയെ പിടിച്ചു നടക്കലും പെൺമക്കളെ എടുത്ത് നിലത്തേക്കിടലും. അപ്പൊ അതുകൊണ്ട് അവന്മാർക്കൊക്കെ ഒരു പാടായിരിക്കണേ ഇത് എന്ന് പറയുമ്പോ മനോഹർ പറയണ്ട്, അങ്ങനെ ആണുങ്ങളും നല്ല ചീത്തത് പെണ്ണുങ്ങളും നല്ലത് അങ്ങനെയല്ല. ഈ നാട്ടിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് നല്ലതും ചീത്തതുമായിട്ട്. ഗംഗപ്രസാദിന്റെ കൂടെ നടക്കുന്ന സ്റ്റെഫി നല്ല കുടുംബത്തിൽ ജനിച്ചവളാ, എന്നിട്ട് അവളുടെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ജയിൽവാടം പാടാ, നിങ്ങളിപ്പോ കൂട്ടായില്ല, ഇനി സംസാരിച്ചു തുടങ്ങിക്കോ, നിങ്ങൾക്ക് വർഷങ്ങളോളം സംസാരിക്കാൻ സമയമുണ്ട്. എടാ മനോഹറെ, ഈ പ്രകാശൻ എന്ന് പറഞ്ഞ ആള് പുറത്തിറങ്ങിയാലും നീ പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വാർഡൻ അവിടുന്ന് പോവാട്ടോ. മനോഹറിനോട് പ്രകാശൻ പറഞ്ഞിട്ട് നീ മാറിയതൊക്കെ കല്യാണി മോനും കിരൺ മോനൊക്കെ പറഞ്ഞിരുന്നു, നല്ല കാര്യം. പക്ഷെ അപ്പോഴേക്കും നിന്റെ അവസ്ഥ ഇതായല്ലേ. അതെ, കഴിഞ്ഞ ദിവസം സരയു എന്നെ കാണാൻ വന്നിരുന്നു. സരയുലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നന്നായി മക്കളെ എന്ന് പറയാണ് പ്രകാശൻ. ആ സമയത്ത് മനോഹർ ചോദിക്കണ്ട്, അല്ല അങ്കിളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിക്രത്തിന് അങ്കിളിനെ എങ്ങനെ കൊല്ലാൻ സാധിച്ചു? അല്ല, അങ്കിള് ജീവനായിട്ട് സ്നേഹിച്ച മകനാണല്ലോ. അങ്ങനെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരാൾ അയാൾ തെറ്റ് ചെയ്താൽ നമുക്ക് കൊല്ലാനൊക്കെ തോന്നും അങ്കിളെ എന്ന് മനോഹർ ചോദിക്കുമ്പോ പ്രകാശം പറയണ്ട്, സത്യം പറഞ്ഞാൽ അവനെ കൊന്നപ്പോ എനിക്കൊരു തരിമ്പ് പോലും കുറ്റബോധം തോന്നിയില്ല. അവൻ ആ മരണവെപ്രാളത്തിലും എന്നോട് പറഞ്ഞത് എന്റെ പെൺമക്കളെ കൊല്ലുമെന്നാണ്. അത് കേട്ടോണ്ട് ഞാൻ എങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ചു വരിക? ഞാൻ അവന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. അവൻ പരോളിൽ ഇറങ്ങിയിട്ട് വേറൊരു ഗൾഫുകാരന്റെ വീട്ടിലാണ് അവനും കൂട്ടുകാരും കൂടി താമസിച്ചിരുന്നത്. വെള്ളവടിക്കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ. അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്കും കൊണ്ട് കല്യാണി രാവിലെ നടക്കാൻ പോകുമ്പോ വെടിവെച്ച് കൊല്ലാനായിരുന്നു അവന്റെ തീരുമാനം എന്ന് പറയാണ് പ്രകാശൻ. ഞാൻ അവന്റെ കാല് പിടിച്ചു പറഞ്ഞു, എടാ മക്കള് നിന്റെ ചേച്ചിമാരാണ്, നീ അവരുടെ ഇങ്ങനെ ശത്രുവിനെ പോലെ കാണല്ലേ, നിന്നെ അവര് പൊന്നുപോലെ നോക്കും. അവർക്ക് ആകെയുള്ള ഒരേ ഒരു അനിയൻ നീയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാവോ ആ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അവൻ അതൊന്നും കേൾക്കുന്നില്ല. അവന്റെ വാശിയായിരുന്നു കല്യാണിനെ തോൽപ്പിക്കണം, അവളെ കൊന്നിട്ടാണെങ്കിലും അവളുടെ മേളിൽ ജയം കാണണം. അതിനു വേണ്ടിയാണ് അവൻ അങ്ങനെ നിന്നത്. അതുകൊണ്ടാണ് ഞാൻ കെട്ടിത്തൂക്കിയിട്ടത്. എങ്കിലും അങ്കിളിനെ രക്ഷപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. കെട്ടിത്തൂക്കിയതിനു ശേഷം അങ്കിളിനെ അവിടുന്ന് പോയാൽ മതിയായിരുന്നു. എന്തിനാ പോലീസിൽ അറിയിച്ചത്? അല്ലെങ്കിലും ഇവിടുത്തെ സി ഇപ്പോ കിരൺ സാറിന്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്. ഒരിക്കലും അങ്കിളിന് ശിക്ഷയൊന്നും കിട്ടില്ലായിരുന്നു. എനിക്ക് ശിക്ഷ വേണം മോനെ. ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിലുള്ള ആൾക്കാരെ അറിയണം ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത്. അത് അറിഞ്ഞിട്ടെങ്കിലും മറ്റുള്ളവർ അവരുടെ മക്കളെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തണം. മക്കളെ അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. അവർ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയണം, അല്ലാതെ അവരെ തലയെ കൊണ്ട് വെക്കല്ല ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പ്രകാശം പറയണ്ട. അതിനുശേഷം മനോഹർ ചോദിക്കണ്ടേ, എല്ലാം വിക്രത്തിന്റെ കയ്യിൽ ഒരു തോക്കുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അവൻ ഇവിടുന്ന് പോണ സമയത്ത് അവന് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം, ഒരു തല്ലിപ്പൊളി കൂട്ടുകാരല്ല രണ്ടുപേര്. അവരുടെ കയ്യിൽ തോക്ക് പോയിട്ട് ഒരു പൊട്ടാസ് തോക്ക് മേടിക്കാനുള്ള ഇതുപോലില്ലാത്ത രണ്ട് കൂട്ടരന്മാരാ. അപ്പൊ അവനെങ്ങനെ തോക്ക് കിട്ടിയത്? അതൊന്നും എനിക്കറിയില്ല. വേറൊരു സംശയം കൂടി എനിക്ക് ഉണ്ട് മനോഹറെ. വേറൊന്നുമല്ല, കല്യാണി മോള് രാവിലെ നടക്കാൻ പോകുന്നുള്ള കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല. കറക്റ്റ് 7 മണിക്കാണ് മോള് നടക്കാൻ പോകുന്നത്. 7 മണിക്ക് അലാറം വെച്ചിട്ടാണ് അവൻ എഴുന്നേറ്റത്. അതൊക്കെ എങ്ങനെയാണ്? എനിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. മനോഹർ പറഞ്ഞിട്ട് അവനെ സഹായിക്കാൻ പുറത്ത് ആരും ഉണ്ടായിരുന്നു. സ്റ്റെഫി എന്ന് പറഞ്ഞവൾ ആവാനായിരുന്നു ചാൻസ്, പക്ഷെ അവള് ചത്തുപോയല്ലോ. പിന്നെ ആരായിരിക്കും എനിക്ക് മനസ്സിലാവണില്ല. അങ്കിൾ ഒരു കാര്യം ചെയ്യണം. എനിക്ക് തോന്നണേ ഇനിയും ഒരു ശത്രുവും കൂടി എവിടെയോ ഒളിഞ്ഞിരിക്കേണ്ട. കിരണും കല്യാണി അങ്കിളിനെ കാണാൻ വരുമ്പോ ഈ കാര്യം അങ്കിൾ ഒന്ന് സൂചിപ്പിക്കണം എന്ന് പറയാണ്. പ്രകാശിന് അത് ശരിയാണെന്ന് തോന്നുവാണ്. അങ്ങനെ കല്യാണി രാവിലെ തന്നെ പ്രകാശിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരുവാണ്. അച്ഛൻ നോക്ക്, എന്ന് അച്ഛനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പോവാണ്. നോക്ക്, അച്ഛൻ എന്തൊക്കെ വന്നാലും കുറ്റം സമ്മതിക്കാൻ പാടില്ല കേട്ടോ. അച്ഛൻ അങ്ങനെ പെൺമക്കൾക്ക് വേണ്ടെങ്കിൽ അച്ഛൻ കുറ്റം സമ്മതിക്കില്ല. അച്ഛന് ഓർമ്മയുണ്ടോ, എന്റെ അമ്മ മരിച്ച സമയത്ത് അച്ഛന്റെ കൈകളിലേക്ക് എന്നെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ മരിച്ചത്. അച്ഛൻ അതിനെ കുറിച്ചെങ്കിലും ആലോചിക്കണം. അച്ഛൻ കുറ്റം സമ്മതിക്കല്ലേ അച്ഛാ? എങ്ങനെയെങ്കിലൊക്കെ നവീൻ വക്കീലും അതുപോലെ തന്നെ കിരണേട്ടനും എല്ലാവരും കൂടി ചെന്ന് അച്ഛനെ എങ്ങനെയൊക്കെ പുറത്തെടുക്കും. അച്ഛൻ കുറ്റം ഏൽക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രകാശം പണ്ട്, മോളെ എനിക്ക് കുറ്റം ഏൽക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ തെറ്റ് ചെയ്തില്ലേ, മുമ്പ് ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെയൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അനുഭവിക്കണം മോളെ. ഞാൻ ചെയ്ത ഓരോ ശിക്ഷകളായിട്ട് ഞാൻ അനുഭവിക്കണം. എന്റെ അമ്മ അമ്മ ഇപ്പൊ കണ്ടില്ല, ഒരു സുഖ സൗകര്യങ്ങൾ ഇട്ടിട്ട് അമ്മ എല്ലാം വേണ്ടത് വെച്ചാൽ സായാഹ്നത്തിൽ പോയി ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടാ? അമ്മയുടെ തെറ്റ് മനസ്സിലാക്കി അമ്മ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലാണ് അവിടെ പോയി നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥയും.
സുഖസൗകര്യങ്ങളൊന്നും വേണ്ട മോളെ, എനിക്കിവിടെ കിടന്നാ മതി, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ എന്നെ വന്ന് കാണാലോ, എനിക്ക് പരോളും കിട്ടും. ഓണം വിഷു ആ സമയത്തൊക്കെ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാം. പിന്നെ അച്ഛന് അത്ര ആയുസൊന്നും ഇല്ല മോളെ എന്നൊക്കെ പറയുമ്പോ അച്ഛൻ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അച്ഛൻ കുറ്റം സമ്മതിക്കരുത് എന്നൊക്കെ കല്യാണി പറയാണ്. അപ്പൊ കിരൺ മോൻ വന്നില്ലേ? കിരണേട്ടൻ വന്നിട്ടുണ്ട്, സിയെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിരൺ മോനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പ്രകാശൻ പറയണ. കല്യാണി ശരിയെന്ന് പറഞ്ഞിട്ട് കല്യാണി പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. കിരൺ പ്രകാശനോട് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. പ്രകാശൻ പറഞ്ഞിട്ട്, മോനെ ഞാൻ കല്യാണി മോളത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ ഒരു സംശയമാണ്, മോൻ ഇത് കാര്യത്തിൽ തന്നെ എടുക്കണമെന്ന് പറയണം. അച്ഛൻ എന്താ പറഞ്ഞോ അത് പറയുമ്പോഴേക്കും, മോനെ അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ വിക്രം കല്യാണിനെ കൊല്ലാൻ വേണ്ടി ഒരു തോക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അവന്റെ ആരുടെ ഒരു മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി അവൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും പോലീസുകാർ കാണാതെ ആ വീടിന്റെ പിന്നാമ്പുറത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മോൻ അത് നോക്കി മനസ്സിലാക്കണം. അവനെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട്. കാരണം അവൻ ആരെയോ ഫോണിൽ രാത്രി സംസാരിക്കണം ഞാൻ കേട്ടിരുന്നു. പക്ഷെ അപ്പുറത്ത് നിന്ന് ആരാ സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവൻ ആരോ സഹായിച്ചിട്ടുണ്ട്. അവന്റെ ആ തല്ലിപ്പൊടി കൂട്ടുകാരൊന്നും അല്ല, വേറെ ആരോ, ബുദ്ധിയുള്ള വേറെ ആരോ ഇതിന് പുറകിലുണ്ട്. മോൻ അത് കണ്ടുപിടിക്കണം. അത് മാത്രല്ല, കല്യാണി മോനും കൂടി രാവിലെ നടക്കാൻ ഇറങ്ങുന്ന കാര്യവും അവൻ മനസ്സിലാക്കി. അതെങ്ങനെ മനസ്സിലാക്കി? ഇത് മാത്രല്ല, രാഹുൽ ഒരു പ്രാവശ്യം കല്യാണി മോള് സൈറ്റിൽ പോയപ്പോഴേക്കും കൊല്ലാൻ വേണ്ടി കത്തിയായിട്ട് നിന്നില്ലേ? അന്ന് രാഹുലിന് എങ്ങനെ മനസ്സിലായി കല്യാണി മോൾ ആ സൈറ്റിലേക്ക് വരും എന്നുള്ള കാര്യം? അത് ഇന്ന സമയത്ത് തന്നെ വരുമോ എന്നുള്ള കാര്യം അവൻ എങ്ങനെ മനസ്സിലായി? അവൾ ഒറ്റക്ക് വരുമെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങ് ഒറ്റക്ക് വരാൻ അവളുടെ തീരുമാനം. അവസാന നിമിഷത്ത് മോൻ വണ്ടിയിൽ കയറിയതാണ് രാഹുലിന് ശരിക്കും പറഞ്ഞാൽ അടിപതറിയത്. പക്ഷെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുല് കല്യാണി മോള് കറക്റ്റ് ആയിട്ട് സൈറ്റിൽ വരുമെന്നും, അതുപോലെ തന്നെ വിക്രവും പറഞ്ഞു കല്യാണി മോള് കറക്റ്റ് ആയിട്ട് ഇന്ന സമയത്ത് നടക്കാൻ വരുന്നുണ്ടെന്ന്. ഇതൊക്കെ ഇവരെങ്ങനെയാണ് അറിയണത്? അത് മോനൊന്ന് അന്വേഷിക്കണം. അത് എനിക്ക് തോന്നുന്നു ഇവരുടെ പുറകിൽ വേറെ ഒരാളും കൂടി ഉണ്ട് മോനെ, നമ്മളാരും വിചാരിക്കാത്ത ഒരു ശത്രു ഉണ്ട് എന്ന് പറയണം. കിരണിനും അപ്പോൾ ഒരു സംശയമൊക്കെ തോന്നുവാട്ടെ, ഇത് ഒരു ശത്രു ഉണ്ടെന്ന് കിരണിനും മനസ്സിലാവും. അപ്പോഴും സരയുവാണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ വിക്രത്തിന്റെ മൊബൈൽ ഫോണ്, വിക്രത്തിന്റെ തോക്ക്, അതായത് ലൈസൻസ് ഉള്ള തോക്കാണല്ലോ വിക്രത്തിന് കൊടുത്തേക്കണം. അതിന്റെ ലൈസൻസ് ആരുടെ പേരിലാണ്? വിക്രം യൂസ് ചെയ്തേക്കുന്ന മൊബൈലിൽ നിന്ന് വിളിച്ചേക്കുന്ന നമ്പർ ആരുടെ നമ്പറാണ്? അതുപോലെ തന്നെ വിക്രത്തിന് ആരാണ് കറക്റ്റ് ആയിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തത്? അതായത് കല്യാണി ഇന്ന സമയത്ത് നടക്കാൻ വരും, ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ അവളെ വെടിവെച്ച് കൊല്ലാം എന്നുള്ള നിർദ്ദേശങ്ങൾ ആരാണ് കൊടുത്തത്? ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കിരൺ തന്നെ പുറപ്പെടാണ്. കിരണിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, സേവിയർ, അതായത് കണ്ടമാന ക്യാമറകളും, അതായത് റോഡ് സൈഡിലെ ക്യാമറകളൊക്കെ ഹാക്ക് നോക്കി ആ ക്യാമറകളിലൊക്കെ എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിരണിനെ അറിയിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കുന്ന ഒരു കൂട്ടുകാരുണ്ടല്ലോ സേവിയർ. അപ്പൊ അയാളുടെ സഹായത്തോടെ ആയിരിക്കും കിരൺ മിക്കവാറും സരയു എന്ന പൊതു ശത്രുവിന്റെ അടുത്ത് എത്തണത്. അതെ, ഇനി സരയു പിടിക്കപ്പെടാൻ തന്നെ പോവുകയാണ്. ഇനി സരയുവിനെ പിടിക്കാൻ പോണത് കിരൺ തന്നെയാണ്. കിരൺ സത്യങ്ങൾ മനസ്സിലാക്കിയാലും സരയുവിനെ പെട്ടെന്ന് കിരൺ പിടിക്കില്ല. നല്ല രീതിയിൽ തന്നെ ഒരു കെണി വെച്ചതിന് ശേഷം മാത്രമേ സരയുവിനെ പിടിക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ പ്രകാശിനെ തന്നെ കാണിച്ചെടുക്കും. അച്ഛൻ പറഞ്ഞ ശരിയാണ്, ഇവളാണ് മെയിൻ ശത്രു, ഇവള് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയുവിനെ പ്രകാശിന്റെ വക ഒരു അടി സരയുവിനെ കിട്ടും, അത് ഉറപ്പാണ്. എന്തായാലും സരയു എന്ന് പറഞ്ഞ പൊതു ശത്രു മാത്രമേ ഇനി തീരാനുള്ളൂ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. 11 മണിക്ക് പ്രൊമോ ഇടാം. ഇന്നലെ രാത്രി കാണാം. ഒരു പ്രൊമോയിലൊന്നും തന്നെ കാര്യമായിട്ട് കാണിച്ചില്ല. മിനിഞ്ഞാന്നത്തെ എപ്പിസോഡിന്റെ ഭാഗം കൂടി കാണിച്ചുകൊണ്ടാണ് പ്രൊമോ ഇടാതിരുന്നത് കേട്ടോ. പക്ഷെ ഇന്ന് 11 മണിക്ക് എന്തായാലും പ്രൊമോ ഇടും. നല്ല പ്രൊമോ ആണെങ്കിൽ, ചീത്ത പ്രൊമോ ആണെങ്കിൽ 11 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പൊ കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.